ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ന്യൂ SCERT 5ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. സോഷ്യൽ സയൻസിലെ നിയമവും സമൂഹവും. അതോടുകൂടി നമ്മുടെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റേഴ്സും ഒക്കെ അവസാനിക്കുകയാണ് മക്കളെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിൽ ആദ്യം തന്നെ എന്താണ് നിയമം? സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. അപ്പൊ എന്താണ് നിയമം? അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് ശരിക്കും പറഞ്ഞാൽ നിയമം. എന്തിനു വേണ്ടിയിട്ട്? സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഇനി നിയമലംഘനം എന്ന് പറയുന്നത് ശിക്ഷാർഹമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ബേസാവും, എന്നാൽ പോലും ഒന്നും കൂടി പറഞ്ഞു തന്നെ ഉള്ളൂ. അപ്പോൾ നിയമങ്ങൾ പ്രധാനമായും 2 രീതിയിലാണ് രൂപപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ 2 രീതികൾ? ഒന്ന്, സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ. 2, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങൾ. എങ്ങനെയൊക്കെയാണ്? സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളും വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങളും. അപ്പൊ എന്താണ് ഈ സാമൂഹിക വഴക്കങ്ങൾ? ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. ഇമ്പോർട്ടന്റ്. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങള്, മനോഭാവങ്ങള്, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. സാമൂഹിക വഴക്കങ്ങൾ ഒരു അലിഖിത നിയമങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്നും രൂപപ്പെട്ടവയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇനി രാഷ്ട്രം. എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് നമ്മൾ രാഷ്ട്രം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് നാം രാഷ്ട്രം എന്ന് പറയുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവ രാഷ്ട്രത്തിന്റെ ഘടകങ്ങളാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ ഏതെല്ലാമാണ് ണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം. ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ്? നിയമനിർമ്മാണ സഭകൾ വഴിയാണ് ഓരോ ഗവൺമെന്റും നിയമങ്ങൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഗവൺമെന്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ്. ഓക്കെ, ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും ഗവൺമെന്റ് ഇത് ചെയ്യുന്നു. നിയമനിർമ്മാണ സഭകളിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇനി കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകളിൽ കൂടി നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇമ്പോർട്ടന്റ്. ഓക്കെ, കോടതികൾ വഴിയും ശക്തമായ പൊതുജനാഭിപ്രായങ്ങൾ വഴിയും നിയമനിർമ്മാണ സഭകൾ എന്ത് ചെയ്യുന്നുണ്ട്? നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എങ്ങനെ ഒരു കാൽനടക്കാരൻ എങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമ്മുടെ രാജ്യത്ത് വാഹന ഗതാഗതം റോഡിന്റെ ഇടതുവശത്ത് കൂടിയാണ്. റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഇടതുവശത്ത് കൂടിയാണ് നടക്കുന്നതെങ്കിൽ പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ നാം കാണില്ല. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഒരു അത്യാവശ്യ ഐഡിയ മനസ്സിലാക്കുക. റോഡിന്റെ ഇടതുവശത്ത് കൂടെയാണ് വാഹനങ്ങൾ പോവുക. നമ്മൾ വലതുവശം ചേർന്നാണ് നടക്കേണ്ടത്. ഓക്കെ, റോഡിന്റെ വശത്ത് നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക. നടപ്പാതകളില്ലെങ്കിൽ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുക. 2 പേരിൽ കൂടുതൽ വശം ചേർന്ന് നമ്മൾ നടക്കാൻ പാടില്ല. കാൽനടയാത്ര നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് കാൽനടയാത്ര പാടില്ല. ദെൻ മൊബൈൽ ഫോൺ, ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റോഡിൽ കൂടി നടക്കരുത്. ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും നോക്കി വാഹനങ്ങൾ ഏറുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ. സീബ്ര ക്രോസിംഗിലൂടെ സ്ഥലങ്ങൾ അതിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക. സിഗ്നലുള്ള ഇടങ്ങളിൽ കാൽനട യാത്രക്കാർ കടന്നു പോകാനുള്ള പച്ച വെളിച്ചം തെളിയുന്നത് വരെ കാത്തു നിൽക്കുക. കാൽനട യാത്രക്കാർക്കായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മേൽപ്പാലങ്ങൾ, ഫുട് ഓവർ ബ്രിഡ്ജ്, സ്കൈ വാക്ക്, ഭൂഗർഭ പാതകൾ എന്നിവ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കാം. അപ്പൊ കാൽനടക്കാർക്ക് വേണ്ടിയിട്ടുള്ള മേൽപ്പാലങ്ങളും സ്കൈ വാക്ക്, ഭൂഗർഭ പാതകൾ എന്നിവ ഉണ്ട് എന്നുള്ള കാര്യവും ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് വിവര സാങ്കേതിക വിദ്യാ നിയമമാണ്. ഓക്കെ,
അതായത് നമ്മുടെ ഇന്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയുടെ ധാരാളം തട്ടിപ്പുകൾ വരുന്ന സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുന്നതാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം വഴി വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി പഠിച്ചു പോവുക. ഇനി നിയമങ്ങൾ, ഉദ്ദേശങ്ങൾ. ഓക്കെ, അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് തന്നെ വിവരാവകാശ നിയമം. എന്താണ് വിവരാവകാശ നിയമം? വിവരാവകാശ നിയമം 2005. ഏതാണ് വർഷം? 2005 വിവരാവകാശ നിയമം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം. എന്താണ്? പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശമാണ് വിവരാവകാശ നിയമം 2005 നമുക്ക് ലഭ്യമാകുന്നത്. ഇമ്പോർട്ടന്റ്. അടുത്തത് പറയുന്നത് വനസംരക്ഷണ നിയമം. എന്താണ് വനസംരക്ഷണ നിയമം? വനസംരക്ഷണ നിയമം ഏതാണ്? 1980. 1980 വനസംരക്ഷണ നിയമപ്രകാരം ഒരു റിസർവ് വനം, ഒരു റിസർവ് വനം വെട്ടിത്തെളിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിലൊരു പരിപാടി തുടങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കേന്ദ്രാനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കേന്ദ്രാനുമതി വേണം. ഓക്കെ, അതാണ് 1980 വനസംരക്ഷണ നിയമം പറയുന്നത്. അടുത്തത് നമുക്ക് സേവനാവകാശ നിയമം. ഓക്കെ, സേവനാവകാശ നിയമം. ഓക്കെ, എന്താണ്? 2012 സേവനാവകാശ നിയമപ്രകാരം എന്തായി? സേവനം പൗരരുടെ അവകാശമായി മാറി. സേവനം പൗരരുടെ അവകാശമായി മാറി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 1980 വനസംരക്ഷണ നിയമം, 2012 സേവനാവകാശ നിയമം, 2005 വിവരാവകാശ നിയമം. ഇമ്പോർട്ടന്റ്. അടുത്തത് ബാലവേല നിരോധന നിയമം 1986. ഇമ്പോർട്ടന്റ് ആണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്നതാണ് ബാലവേല നിരോധന നിയമം 1986. മാറിപ്പോവരുത്, പഠിച്ചെടുക്കുക. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ബാലനീതി നിയമം 2015 ഇമ്പോർട്ടന്റ് ആണ്. ബാലനീതി നിയമം 2015 സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലയിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. എന്തിനു വേണ്ടിയിട്ടാണ്? സുരക്ഷിത ബാല്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിനായി ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിന്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഓക്കെ, ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഓക്കെ, ബാലനീതി നിയമം 2015 സുരക്ഷിത ബാല്യം. ഓക്കെ, കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിലേക്ക്, അടിമവേലയ്ക്ക്, ലഹരി വസ്തുക്കൾ നൽകുക, അതിന്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക എന്നൊക്കെ ഇതിൽ ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശങ്ങൾ ഉണ്ടായ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാം. ഓക്കെ, എപ്സിൻ ഫയലൊക്കെ കണ്ട് ബോധം തള്ളി പോകുന്ന കാലത്ത് ഇതൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കുക. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമാണ്. എന്താണ് ജൂൺ 12? ബാലവേല വിരുദ്ധ ദിനമാണ്. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ നിയമം. PSCക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് PSCക്ക്. ജൂൺ 12 എന്താണ്? ബാലവേല വിരുദ്ധ ദിനമാണ്. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ്. ഇനി ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1098. ഇത് പഠിക്കാൻ എളുപ്പമാണ്. 8910. ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ മതി. 8910. ഓക്കെ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഇനി എന്താണ്? ജൂൺ 12 എന്താണ്? ബാലവേല വിരുദ്ധ ദിനമാണ്. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ് എന്നുള്ളതും ഓർത്തുവെക്കാം. ശിശുദിനമാണെങ്കിൽ നവംബർ 14. മാറിപ്പോവരുത്. ഇനി നെക്സ്റ്റ് പോക്സോ ആക്ട് 2012. ഓക്കെ, പോക്സോ ആക്ട് 2012 ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്.
അപ്പോൾ 2012 പോക്സോ ആക്ട് നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടി അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ള കാര്യം. ഓക്കെ, പോക്സോ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. ലിംഗപതി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു പോവുക. ഇനി എന്താണ് നിയമവാഴ്ച എന്നാണ്. ഓക്കെ, നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. ഇനി തർക്ക പരിഹാര സംവിധാനങ്ങൾ. ഓക്കെ, സുപ്രീം കോടതി ആൻഡ് കേരള ഹൈക്കോടതി. അതിൽ നമുക്ക് മെയിനായിട്ട് പറയാം, ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ ചുമതല. എന്താണ്? ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ ചുമതല. എങ്കിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനും അധികാരം ആർക്കാണ്? കോടതികൾക്കാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ നിന്ന് പഠിച്ചു പോവുക. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ്. സുപ്രീം കോടതി ന്യൂഡൽഹിയാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ്, ന്യൂഡൽഹിയിലാണ്. ഇനി കേരള ഹൈക്കോടതി ഉണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലെ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, കേരളത്തിൽ എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് കേരള ഹൈക്കോടതി. ഇനി അതിന് താഴെയുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി. ഓക്കെ, ഇങ്ങനെയാണ് കിടക്കുന്നത്. അത് കീഴ്ക്കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, ഏറ്റവും പരമോന്നത നീതിപീഠമായിട്ടുള്ള നമ്മുടെ സുപ്രീം കോടതി ലാസ്റ്റ്. ഓക്കെ, ഈ ഒരു ഇത് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഇത് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ, പാഠം കഴിഞ്ഞു നമ്മുടെ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ന്യൂ SCERT അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു വേർഡ് പോലും നമുക്ക് കളയാനില്ല. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ.